ആകാശവാണി 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി. ആകാംക്ഷകൾക്ക് അവസാനം. 18ാം ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ അന്തിമ ചിത്രം ഏറെക്കുറെ വ്യക്തമായി കഴിഞ്ഞു. വോട്ടെണ്ണലിന്റെ എല്ലാ ഘട്ടത്തിലും വളരെയേറെ ആകാംക്ഷ നിലനിർന്നിരുന്നു. അപ്രതീക്ഷിതമായ വിജയങ്ങൾ, തോൽവികൾ, മാറിമറിയുന്ന ലീഡ് നില. ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്ന 543 സീറ്റുകളിൽ NDA 294 സീറ്റുകളിൽ ലീഡ് നേടിയപ്പോൾ INDI സഖ്യം 232 സീറ്റിൽ ലീഡ് ചെയ്യുന്നു. മറ്റു കക്ഷികൾ 17 സീറ്റുകളിലാണ് മുന്നിൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങളുടെ ഏകദേശ ചിത്രം വ്യക്തമായതോടെ സർക്കാർ രൂപീകരണത്തിനുള്ള ശ്രമത്തിലാണ് രാഷ്ട്രീയ കക്ഷികൾ. പ്രതീക്ഷിച്ചത്ര വിജയം നേടാനാകാതെ വന്നതോടെ വിവിധ കക്ഷികളുടെ പിന്തുണ തേടാനുള്ള ശ്രമം BJP ആരംഭിച്ചു. അതേസമയം വോട്ടെണ്ണൽ ദിനത്തിലെ മികച്ച പ്രകടനത്തിലൂടെ തിരിച്ചുപിടിച്ച ആത്മവിശ്വാസത്തിലൂടെ സർക്കാർ രൂപീകരണത്തിനുള്ള സാധ്യത തേടി INDI സഖ്യ നേതാക്കളും സജീവമായി. ആന്ധ്രാപ്രദേശിൽ തകർപ്പൻ പ്രകടനവുമായി തിരിച്ചുവരവ് നടത്തിയ ചന്ദ്രബാബു നായിഡു, ബീഹാറിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച നിതീഷ് കുമാർ എന്നിവരുടെ പിന്തുണ തേടി ഭരണ പ്രതിപക്ഷ കക്ഷികൾ രംഗത്തുണ്ട്. കേരളത്തിൽ ആകെയുള്ള 20 ലോക്സഭാ സീറ്റുകളിൽ UDF 17 സീറ്റുകളിൽ മുന്നിലാണ്. LDF 2 സീറ്റിൽ മുന്നിലെത്തിയപ്പോൾ BJP 1 സീറ്റിൽ വിജയം സ്വന്തമാക്കി. കേരളം BJPയെ അക്കൗണ്ട് തുറക്കാൻ അനുവദിച്ചു എന്ന ചരിത്ര സംഭവത്തിനും ഈ തെരഞ്ഞെടുപ്പ് സാക്ഷിയായി. തൃശൂർ മണ്ഡലത്തിൽ സുരേഷ് ഗോപി 75,079 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് മാറി മാറി രാഷ്ട്രീയ പാർട്ടികളെ പരീക്ഷിച്ചിട്ടുള്ള ലോക്സഭാ മണ്ഡലങ്ങളിലൊന്നാണ് തൃശൂർ. 2ാം സ്ഥാനത്ത് LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാറാണ്. കോൺഗ്രസ് സ്ഥാനാർത്ഥി K മുരളീധരൻ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. 4 ലക്ഷത്തിലേറെ വോട്ട് നേടിക്കൊണ്ടാണ് സുരേഷ് ഗോപി വെന്നിക്കൊടി പാറിച്ചത്. തൃശൂരിലെ ജനങ്ങൾ പ്രജാദൈവങ്ങളാണ് എന്ന് പറഞ്ഞ സുരേഷ് ഗോപി കേരളത്തിന്റെ MPയായി പ്രവർത്തിക്കുമെന്നും കേരളത്തിന്റെ വികസനമാണ് ലക്ഷ്യമാക്കുന്നതെന്നും പ്രതികരിച്ചു. ഒരു വലിയ സ്ട്രഗിളിൻ്റെ കൂലിയാണ് എനിക്ക് ദൈവങ്ങൾ നൽകിയിരിക്കുന്നത്. വലിയ സ്ട്രഗിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എതിർനീച്ചൽ എന്നൊക്കെ തമിഴിൽ പറയും. ഒഴുക്കിനെതിരെ നീന്തിക്കയറുക. തൃശ്ശൂരിലെ ജനങ്ങൾ, ഞാൻ അവരെ പ്രജാദൈവങ്ങളെന്ന് ആണ് ഇപ്പോൾ വിളിക്കുന്നത്. ആ പ്രജാദൈവങ്ങൾ ആ സത്യം തിരിച്ചറിഞ്ഞു. വഴിതെറ്റിക്കാൻ നോക്കിയിടത്തൊന്നും അവരുടെ മനസ്സിനെയും അവരുടെ തീരുമാനങ്ങളെയും ഒക്കെ വഴിതെറ്റിച്ചു വിടാനും വക്രവഴിക്ക് തിരിച്ചു വിടാനും നോക്കിയിടത്തുനിന്ന് ദൈവങ്ങളെല്ലാം അവരുടെ മനസ്സ് ശുദ്ധമായി തിരിച്ച് എൻ്റെയും എന്നിലൂടെ എൻ്റെ രാഷ്ട്രീയ കക്ഷിയിലേക്കും അവരുടെ നിശ്ചയങ്ങൾ തിരിച്ചു വിട്ടെങ്കിൽ ഇത് അവർ നൽകുന്ന അനുഗ്രഹം കൂടിയാണ്. വലിയ അനുഗ്രഹമാണ്. എനിക്കും എൻ്റെ കുടുംബത്തിനും വലിയ ഖ്യാതിയാണ് ഈ വിജയം നേടിത്തരുന്നത്. എനിക്കെൻ്റെ കളിയാട്ടം നാഷണൽ അവാർഡ്, എനിക്കെൻ്റെ മക്കൾ, എനിക്കെൻ്റെ കുടുംബം, ഇതെല്ലാം വലിയ അനുഗ്രഹങ്ങളാണ്. പക്ഷേ ആ അനുഗ്രഹം എന്ന് പറയുന്ന സ്ഥിതിക്ക് മേൽ എത്ര ഘനത്തിലുള്ള വൃഷ്ടിയാണ് നടക്കുന്നതെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. ഞാൻ തൃശ്ശൂരിലെ യഥാർത്ഥ മതേതര പ്രജാദൈവങ്ങളെ വണങ്ങുകയാണ്. തൃശൂരിലെ വിജയം സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകുമെന്നും ഗെയിം ചേഞ്ചർ ആകുമെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ പറഞ്ഞു. വയനാട് മണ്ഡലത്തിൽ 3 ലക്ഷത്തിലേറെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് രാഹുൽ ഗാന്ധി വിജയിച്ചത്. റായ്ബറേലിയിലും രാഹുൽ ഗാന്ധിക്ക് 3 ലക്ഷത്തിലേറെ വോട്ടുകളുടെ മേൽക്കൈ ലഭിച്ചു. ശക്തമായ പോരാട്ടം പ്രതീക്ഷിച്ചിരുന്ന പാലക്കാട്, കണ്ണൂർ ഉൾപ്പെടെയുള്ള പല മണ്ഡലങ്ങളിലും UDF തുടക്കം മുതലേ വ്യക്തമായ ലീഡ് നിലനിർത്തിയപ്പോൾ ആറ്റിങ്ങലിലും തിരുവനന്തപുരത്തും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടന്നത്. തിരുവനന്തപുരം മണ്ഡലത്തിൽ BJPയുടെ രാജീവ് ചന്ദ്രശേഖർ വോട്ടെണ്ണലിന്റെ ആദ്യഘട്ടങ്ങളിലെല്ലാം മുന്നിട്ട് നിന്നെങ്കിലും അവസാന നിമിഷം ശശി തരൂർ മേൽക്കൈ നേടി. അപ്രതീക്ഷിതമായ വെല്ലുവിളി നേരിട്ടെങ്കിലും അവസാനം അനന്തപുരിയിലെ ജനങ്ങൾ 4ാം തവണയും തനിക്ക് വിജയം സമ്മാനിച്ചതിൽ സന്തോഷമെന്ന് ശശി തരൂർ പ്രതികരിച്ചു. ഒരു സംശയവുമില്ല, ഈ തവണ ഞങ്ങൾ
പ്രതീക്ഷിക്കാത്ത ഒരു വെല്ലുവിളിയായിരുന്നു. പക്ഷേ അവസാനത്തിൽ ജനങ്ങൾ, അനന്തപുരത്തെ ജനങ്ങൾ എനിക്ക് ഈ 3 തവണ നൽകിയെന്ന് വിശ്വാസം ഒരു 4ാം തവണയും കൂടി നൽകിയിട്ടുണ്ട്. ഞാൻ അവർക്ക് വേണ്ടി ആത്മാർത്ഥതയോട് പ്രവർത്തിക്കും. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ കേരളക്കാർക്ക് എല്ലാം ചിന്തിക്കാൻ ചില വിഷയങ്ങളുണ്ട്. BJP ഒരു 3-4 മണ്ഡലത്തിലാണ് അവരുടെ ശ്രദ്ധ കൂടുതൽ വെച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ പ്രത്യേകിച്ച് 2 തൃശ്ശൂരും തിരുവനന്തപുരം തന്നെയായിരുന്നു. തൃശ്ശൂരിൽ അവരുടെ വിജയത്തിൻ്റെ മാർജിൻ കണ്ടിട്ടാണ് ശരിക്കും നമ്മളുടെ തിരുവനന്തപുരത്തിൻ്റെ വിജയത്തിനെ അളക്കേണ്ടത്. കാരണം ഈ 2 സ്ഥലത്തിലാണ് അവരുടെ എല്ലാ ശ്രമവും, എല്ലാ ചെലവും, എല്ലാ വിധത്തിൻ്റെ ഒരു വിജയത്തിന് വേണ്ടി ഇറങ്ങിയത്. ഒരു സ്ഥലത്ത് അവർക്കത് ചെയ്യാൻ സാധിച്ചു. മറ്റെവിടെ നമ്മൾക്ക് അവരെ തടുക്കാൻ സാധിച്ചത് അത് തിരുവനന്തപുരത്തിൻ്റെ ജനങ്ങളും അവരുടെ വലിയ മനസ്സും ഹൃദയവും മൂല്യങ്ങളും വിശ്വാസങ്ങളുടെ കാരണമാണ്. ആറ്റിങ്ങലിൽ കോൺഗ്രസിന്റെ അടൂർ പ്രകാശും CPMന്റെ വി ജോയും തമ്മിൽ ഓരോ റൗണ്ടിലും ഇഞ്ചോടിഞ്ചു പോരാട്ടമാണ് നടന്നത്. വടകരയിൽ LDF സ്ഥാനാർത്ഥി KK ശൈലജയെ പിന്നിലാക്കി UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ. UDFന്റേത് രാഷ്ട്രീയ വിജയമാണെന്നും അതിന്റെ മുഴുവൻ ക്രെഡിറ്റും വടകരയിലെ ജനങ്ങൾക്കാണെന്നും ഷാഫി പറമ്പിൽ പ്രതികരിച്ചു. കണ്ണൂരിൽ CPMന്റെ MV ജയരാജനെതിരെ UDFന്റെ K സുധാകരന് വ്യക്തമായ മുൻതൂക്കം ലഭിച്ചു. കൂടുതൽ വിവരങ്ങളുമായി കണ്ണൂർ ജില്ലയിൽ നിന്നും ആകാശവാണി ജില്ലാ പ്രതിനിധി KO ശശിധരൻ. വ്യക്തമായ മുന്നേറ്റമാണ് കണ്ണൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ സിറ്റിംഗ് MP കൂടിയായ UDF സ്ഥാനാർത്ഥി K സുധാകരൻ കൈവരിച്ചിരിക്കുന്നത്. ചില EVM മെഷീനുകളുടെ സാങ്കേതിക തകരാറുകളെ തുടർന്നാണ് ഫലപ്രഖ്യാപനം വൈകുന്നത്. മെഷീനുകളുടെ തകരാർ പരിഹരിച്ചതിന് ശേഷം വോട്ടെണ്ണൽ പുരോഗമിക്കുകയാണ്. ഔദ്യോഗികമായിട്ടുള്ള ഫലപ്രഖ്യാപനം ഉടൻ തന്നെ ഉണ്ടാവും. അതിനിടെ 1,12,000-ലേറെ വോട്ടുകളുടെ ലീഡാണ് ഇപ്പോൾ UDF സ്ഥാനാർത്ഥി K സുധാകരനുള്ളത്. അദ്ദേഹം 5,06,000-ലേറെ വോട്ടുകൾ നേടിയിട്ടുണ്ട്. തൊട്ടടുത്ത LDF സ്ഥാനാർത്ഥി MV ജയരാജൻ 3,93,000-ലേറെ വോട്ടുകളാണ് നേടിയിരിക്കുന്നത്. NDA സ്ഥാനാർത്ഥി C രഘുനാഥ് 1,16,000-ലേറെ വോട്ടുകൾ നേടിയിട്ടുണ്ട്. K സുധാകരന് ലഭിച്ച ഭൂരിപക്ഷം ഒരുപക്ഷെ കഴിഞ്ഞ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാളും എത്രയോ അധികമാണ്. കഴിഞ്ഞ തവണ അദ്ദേഹത്തിന് 94,559 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് ഉണ്ടായിരുന്നത്. അതുപോലെ മറ്റൊരു പ്രധാന കാര്യം NDA സ്ഥാനാർത്ഥി C രഘുനാഥ് വലിയ രീതിയിലുള്ള വോട്ടാണ് ലഭിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 2019 തെരഞ്ഞെടുപ്പിൽ NDA സ്ഥാനാർത്ഥിക്ക് ലഭിച്ച 68,509 വോട്ടിന് പകരം ഇത്തവണ അദ്ദേഹം 1,16,000-ലേറെ വോട്ടുകളാണ് C രഘുനാഥ് നേടിയിരിക്കുന്നത്. വോട്ടിംഗ് ഫലം പ്രഖ്യാപിക്കുന്നതോടെ, ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നതോടെ കണ്ണൂരിൻ്റെ ചിത്രം വ്യക്തമാവും. അതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള ആഹ്ലാദ പ്രകടനങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ശ്രദ്ധേയമായ മറ്റൊരു മണ്ഡലമായ പത്തനംതിട്ടയിൽ UDFന്റെ ആന്റോ ആന്റണിയാണ് മുന്നിൽ. കൂടുതൽ വിവരങ്ങൾ നൽകുന്നു ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി ശ്രീധർ. 4ാം തവണയും തുടർച്ചയായി വിജയം നേടുന്ന പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി ആന്റോ ആന്റണി 2ാം സ്ഥാനത്തെത്തിയ CPIM സ്ഥാനാർത്ഥി ഡോക്ടർ തോമസ് ഐസക്കിനേക്കാൾ 60,000-ലധികം വോട്ടിന് മുന്നിലെത്തിയാണ് വ്യക്തമായ ജയം ഉറപ്പിച്ചത്. എന്നാൽ ഔദ്യോഗിക ഫലപ്രഖ്യാപനം വരാനിരിക്കുന്നതേയുള്ളൂ. മണ്ഡലത്തിൽ 8 സ്ഥാനാർത്ഥികളാണ് ഉണ്ടായിരുന്നത്. കൂടാതെ നോട്ട 8,000-ലധികം വോട്ടും നേടി. പത്തനംതിട്ട ജില്ലയിലെ 5 നിയമസഭാ മണ്ഡലങ്ങളും കോട്ടയം ജില്ലയിലെ 2 മണ്ഡലവും ചേർന്നതാണ് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം. ആന്റോ ആന്റണിക്ക് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ലഭിച്ചത് ആറന്മുള മണ്ഡലത്തിലാണ്. 16,000-ലധികം ഭൂരിപക്ഷമാണ് ഇവിടെ ലഭിച്ചത്. AK ആന്റണിയുടെ മകൻ അനിൽ K ആന്റണി NDA സ്ഥാനാർത്ഥിയായി എത്തിയതും CPIM കേന്ദ്ര കമ്മിറ്റി അംഗം ഡോക്ടർ തോമസ് ഐസക് സ്ഥാനാർത്ഥിയായി എത്തിയതും പത്തനംതിട്ട മണ്ഡലത്തിന് വളരെ പ്രാധാന്യം നൽകി. 2014-ൽ 44,243 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു UDF പത്തനംതിട്ടയിൽ വിജയിച്ചത്. ആന്റോ ആന്റണിക്ക് 3,80,927 വോട്ടുകൾ ലഭിച്ചപ്പോൾ വീണ ജോർജ് 3,36,684 വോട്ടുമായി 2ാം സ്ഥാനത്ത് എത്തി. 2,97,396 വോട്ടാണ് 3ാം സ്ഥാനത്തെത്തിയ K സുരേന്ദ്രൻ അന്ന് നേടിയത്. അടിയന്തരാവസ്ഥ കാലത്ത് 20 സീറ്റുകളിൽ 20-ലും ഇടതുപക്ഷം തോറ്റിട്ടുണ്ടെന്നും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് ഫലം അസാധാരണ വിധിയല്ലെന്നും മന്ത്രി MB രാജേഷ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും സമാന വിധിയുണ്ടായി. എന്നാൽ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ തിരിച്ചുവന്നുവെന്നും MB രാജേഷ് പറഞ്ഞു.
ഈ തെരഞ്ഞെടുപ്പിൽ 400 സീറ്റുകളുമായി മൂന്നാം വട്ടം അധികാരത്തിലേറാമെന്നുള്ള BJPയുടെ പ്രതീക്ഷയ്ക്ക് മങ്ങലേറ്റു. എക്സിറ്റ് പോൾ പ്രവചനങ്ങളെ നിഷ്പ്രഭമാക്കി INDI സഖ്യം വൻ കുതിപ്പ് നടത്തിയതോടെ ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം നേടാൻ BJPയ്ക്കായില്ല. NDA സഖ്യം കേവല ഭൂരിപക്ഷം കടക്കുമെന്ന് ഉറപ്പായെങ്കിലും 240ഓളം സീറ്റുകളിൽ മാത്രമാണ് BJPയ്ക്ക് ലീഡുള്ളത്. 543 ലോക്സഭാ സീറ്റുകളിൽ 272 സീറ്റുകളാണ് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത്. ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടിയാണ് 1ഉം 2ഉം മോദി സർക്കാരുകൾ അധികാരത്തിലേറിയത്. 2014 282 സീറ്റുകളും BJPയ്ക്ക് മാത്രവും NDAയ്ക്ക് 336 സീറ്റുകളും ലഭിച്ചിരുന്നു. 2019 BJP ഒറ്റയ്ക്ക് 303 സീറ്റുകൾ നേടുകയും NDAയ്ക്ക് 353 സീറ്റുകൾ ലഭിക്കുകയും ചെയ്തു. ഈ കുതിപ്പിന്റെ ആത്മവിശ്വാസത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത്തവണ സീറ്റുകൾ 400 കടക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നത്. NDA ഭരണം ഇത്തവണയും കൈപ്പിടിയിലൊതുക്കി. എന്നാൽ കഴിഞ്ഞ തവണത്തേതിനേക്കാൾ ബഹുദൂരം പിറകിലാണ്. ഒരു ഘട്ടത്തിൽ 300 സീറ്റിൽ ലീഡ് നേടിയ അവർ ഇപ്പോൾ 294 സീറ്റുകളിലാണ് മുന്നിട്ട് നിൽക്കുന്നത്. ഒട്ടും പുറകെയല്ല INDI സഖ്യം. അവർ 232 സീറ്റുകളിൽ ലീഡ് ഉറപ്പാക്കി കഴിഞ്ഞു. വാരാണസിയിൽ ഒരു ഘട്ടത്തിൽ ലീഡ് നില കുറഞ്ഞെങ്കിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലീഡ് തിരിച്ചുപിടിച്ചു. രാഹുൽ ഗാന്ധി ഉത്തർപ്രദേശിലെ റായ്ബറേലിയിലും വയനാട്ടിലും മികച്ച വിജയം നേടി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വ്യക്തമായ സ്വാധീനമുള്ള ഉത്തർപ്രദേശിൽ BJPയുടെ കോട്ടകളിൽ വിള്ളൽ വീഴ്ത്തി കോൺഗ്രസ് സമാജ്വാദി സഖ്യം. ഒടുവിലത്തെ കണക്കുകൾ പ്രകാരം 35 സീറ്റുകളിൽ BJPയും 42 സീറ്റുകളിൽ കോൺഗ്രസ് സമാജ്വാദി സഖ്യവും മുന്നിട്ട് നിൽക്കുകയാണ്. കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി മത്സരിച്ച അമേഠിയിൽ ഉൾപ്പെടെ ശക്തമായ തിരിച്ചുവരവിന്റെ സൂചനയാണ് കോൺഗ്രസ് SP സഖ്യം നൽകുന്നത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ 64 സീറ്റുകളിലാണ് BJP വിജയിച്ചത്. 2022 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും BJP തരംഗമായിരുന്നു സംസ്ഥാനത്തുണ്ടായിരുന്നത്. രാജ്യതലസ്ഥാനത്ത് കേന്ദ്ര സർക്കാരുമായി ശക്തമായ ചെറുത്തുനിൽപ്പ് നടത്തിയ ആം ആദ്മി പാർട്ടിക്ക് തിരിച്ചടി നേരിട്ടു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച 22 സീറ്റുകളിൽ 19ഇടത്തും AAP പിന്നിലായി. പഞ്ചാബിൽ 3 മണ്ഡലങ്ങളിൽ മാത്രമാണ് ആം ആദ്മി പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ മുന്നിലുള്ളത്. നീണ്ട 2 മാസത്തെ ചൂടേറിയ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനും വിവാദങ്ങൾക്കും വാദപ്രതിവാദങ്ങൾക്കും അവസാനം കുറിച്ച് നിർണായക ജനവിധിയിലേക്കെത്തി രാജ്യം. ജനങ്ങൾ ജനാധിപത്യ അധികാരം നല്ല രീതിയിൽ വിനിയോഗിച്ചു എന്നാണ് തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ സൂചിപ്പിക്കുന്നതെന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്നു. കന്നി വോട്ടർമാർ ജനവിധിയെ ഏറെ സ്വാധീനിച്ച തിരഞ്ഞെടുപ്പ്. വരും ദിവസങ്ങൾ ചൂടേറിയ രാഷ്ട്രീയ ചർച്ചകൾക്കും സംഭവ വികാസങ്ങൾക്കും വേദിയാകും എന്ന് പ്രതീക്ഷിക്കാം. നിങ്ങൾ കേട്ടത് 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി. ഏകോപനം മയൂഷ AM. തയ്യാറാക്കി അവതരിപ്പിച്ചത് ലക്ഷ്മി ശ്രീ വിജയ.